കോഴിക്കോട് മയക്കുമരുന്നിനടിമയായ യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. കക്കാട് സ്വദേശി ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് യാസിർ ഒളിവിൽ. ഭാര്യയുടെ മാതാപിതാക്കളെയും ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, നമ്മളിപ്പോൾ ഈ ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളുടെ ആക്രമണത്തെക്കുറിച്ച് വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ ഇതിന് പ്രേരണയായത്? കൂടുതൽ വിവരങ്ങൾ. പ്രാഥമികമായ വിവരം മനസ്സിലാക്കുന്നത് കുടുംബ വഴക്കുണ്ടായിരുന്നു എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം. മാത്രവുമല്ല, ഈ യാസിർ നിലവിൽ ഒരു മയക്കുമരുന്നിന് ലഹരിക്ക് അടിമയായ ആളാണ്. നാട്ടുകാർ ഉൾപ്പെടെ അത്തരം ചില സാക്ഷ്യപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾ അത്തരത്തിൽ പറയുന്നുണ്ട്. നിലവിൽ ഇവർ വഴക്കിനെ തുടർന്ന്, കുടുംബ വഴക്കിനെ തുടർന്ന് ആ വീട്ടിലല്ല താമസിക്കുന്നത്, ഷിബിലയുടെ വീട്ടിലേക്കാണ് അവർ പോയിരുന്നത്. ഇന്ന് വൈകിട്ടോടെ നോമ്പുതുറയുടെ സമയത്ത് ഷിബിലയുടെ വീട്ടിലെത്തിയാണ് ഈ ആക്രമണം യാസിർ നടത്തിയത്. ഷിബിലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഷിബിലയുടെ ഉപ്പയെയും ഗുരുതരമായി ആക്രമിച്ചു എന്നതുകൂടെയുണ്ട്. എന്തായാലും എന്താണ് ഈ ഇത്തരത്തിൽ ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത് കുടുംബ വഴക്ക് എന്നത് മാത്രമാണ്. എന്നാലും ഇദ്ദേഹം ലഹരിക്ക് അടിമയായ ആളാണ് എന്ന് തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത്? വളരെ സംഭവിച്ചത്, ഈ കുത്ത് കിട്ടിയ ആളുണ്ടല്ലോ, അവർ വീട്ടിൽ കയറിയിട്ടാണ് ആക്രമണം നടന്നിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഈ കുത്തിയ ആളുടെ ഭാര്യ വീടാണിത്. അവനുമായി തെറ്റി, ഈ ഭർത്താവുമായി തെറ്റി ഏകദേശം ഒരാഴ്ചയോളമായി ഇവള് സ്വന്തം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇയാൾ വീട്ടിൽ വരികയും ഭാര്യ വീട്ടിൽ വന്ന് ഭാര്യയെ കുത്തിയപ്പോൾ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും കൂടി ഇതിനെ ചെറുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവർക്കും കുത്തു കിട്ടി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഭാര്യയുടെ കഴുത്തിനാണ് കുത്തു കിട്ടിയത്. മാരകമായി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ. യാസിർ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും? യാസിർ മയക്കുമരുന്നുമായി അതിൽപ്പെട്ട ഒരു കണ്ണിയാണെന്നാണ് പൊതുജന സംസാരമുള്ളത്. അത് തന്നെയാണ് പറയാനുള്ളത്. മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട അതിലൊരു കണ്ണിയാണ് എന്നാണ് പൊതുജന സംസാരത്തിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരിട്ട് ഇല്ല. അപ്പോൾ അതാണ്, ആ കുട്ടി മരണപ്പെട്ടിട്ടുമുണ്ട്. ആ പ്രദേശം ഇത്തരം ആളുകളുടെ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് റിയാസിനെ നിയന്ത്രിക്കാനൊന്നും നാട്ടുകാരെ യാസിറിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല? അങ്ങനെ യാസിറിനെ നിയന്ത്രിക്കാനും, യാസിറിനെ എന്നുള്ളതല്ലല്ലോ, ഈ പറഞ്ഞ മയക്കുമരുന്ന് മാഫിയയുമായിട്ടുള്ള അത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടും യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പുതുപ്പാടിയിലെ വിവിധ മഹല് കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ സംഭവം. തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിച്ചത് ഇതൊരു വീട്ടുവഴക്ക് എന്നതിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ലഹരിയുടെ പിടിയിലായ ആളുകളാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്, മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത്. അവർക്ക് ബന്ധങ്ങളൊന്നും തന്നെ ഇതിൻ്റെ കാര്യമായി മാറുന്നില്ല. അവർ മയക്കുമരുന്നിൻ്റെ ഈ വലയിൽപ്പെട്ട് ബന്ധങ്ങൾ മറന്ന് തന്നെയാണ് ഈ ആക്രമണം നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നിൻ്റെ ഈ പെട്ടുപോയ യുവാക്കളാണ് ഇത്തരത്തിൽ തോന്നിയ പോലെ ഇത്തരത്തിൽ കൊലപാതകങ്ങളും ഉൾപ്പെടെ ചെയ്തുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഉൾപ്പെടെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്തായാലും വലിയ ദുഃഖകരമായ സാഹചര്യം. ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നു. അവരുടെ വാപ്പയും ഉമ്മയും ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ യാസിറിൻ്റെ രീതിയെക്കുറിച്ച്, യാസിർ മയക്കുമരുന്നിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയാണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ തങ്ങൾക്ക് അറിയാവുന്നതാണ്, ഈ ജാഗ്രത ഞങ്ങൾക്കുണ്ട്. പ്രാദേശികമായി നാട്ടുകാർ, പള്ളിയുടെ മഹല്ല് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ഈ ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. എന്ത് ചെയ്യും? വലിയ പൊതുജന കൂട്ടായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കൂട്ടായ്മ തന്നെ ഈ കാര്യത്തിൽ വേണം, ഇതിനെ എതിർക്കാൻ വേണമെന്ന നിസ്സഹായാവസ്ഥ തന്നെയാണ് ഈ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരിക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഈ പിടിവള്ളിയിൽപ്പെട്ട ഒരു യുവാവ് വീണ്ടും ഒരു കുടുംബത്തിൽ ഭാര്യയെ ആക്രമിച്ചിരിക്കുന്നു. ഭാര്യ പിതാവിനെയും മാതാവിനെയും ഗുരുതര പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഭാര്യ പരിക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും യാസിറിനായിട്ടുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്.
മാത്രവുമല്ല യാസിർ മയക്കുമരുന്ന് കണ്ണിയിൽപ്പെട്ട ആളാണ്. മുമ്പ് ഇദ്ദേഹം ആ പ്രദേശത്തെ ചില ഷോപ്പുകളൊക്കെ കടകളൊക്കെ തുടങ്ങിയപ്പോഴും ഇത്തരം നാട്ടുകാർ ആ കട അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അതിൽ മയക്കുമരുന്ന് ഉൾപ്പെടെ വിറ്റു എന്ന ഒരു പരാതി വന്നു. അതിനെ തുടർന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ഇത്തരത്തിൽ ആ കട അടപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. മാത്രവുമല്ല ഈ ഷിബില ഒരാഴ്ചയായി ഇയാളോട് തെറ്റി, അല്ലെങ്കിൽ ഇയാളോട് ഈ പ്രശ്നത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. ഇയാളുടെ ലഹരിയുടെ സ്വഭാവം കൊണ്ട് തന്നെ സഹികെട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഇന്ന് നോമ്പുതുറ ശരി രതീഷ്, എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. കോഴിക്കോട് മയക്കുമരുന്നിന് അടിമയായ യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളത്. കക്കാട് സ്വദേശി ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് യാസിർ ഇപ്പോൾ ഒളിവിലാണ്. ഭാര്യയുടെ മാതാപിതാക്കളെയും ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായി അവിടെ നിന്നും ലഭിക്കാൻ സാധിക്കുന്നത്.